പിന്നീട് നടന്നിട്ടുള്ള റോ എപ്പിസോഡിൽ ടീം ഹെൽനോ വേഴ്സസ് ഡാരൻ യങ് ആൻഡ് ടൈറ്റസ് ഓനയിൽ തമ്മിലുണ്ടായിരുന്ന ഒരു ടാഗ് ടീം മാച്ച് ആയിരുന്നു നടന്നത്. ആ ഒരു മാച്ചിന്റെ ഇടയിൽ വെച്ചുകൊണ്ട് ഷീൽഡ് ടീം കാണികളുടെ ഇടയിലൂടെ വരികയുണ്ടായി. പക്ഷേ അതിൽ സെത്ത് റോളിൻസിനെ മാത്രം കാണാനില്ലായിരുന്നു. റോമൻ റെയിൻസും ഡീൻ ആംബ്രോസും മാത്രമേ അവരിൽ ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും അവസാനം ഡാനിയൽ ബ്രയാൻ തന്റെ സബ്മിഷൻ മൂവ് ചെയ്തുകൊണ്ട് വിജയിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അതെല്ലാം തന്നെ കഴിഞ്ഞ് കെയ്നും ഡാനിയൽ ബ്രയാനും കൂടി റിംഗിൽ നിന്നു. അതാ ഷീൽഡ് ടീം റിംഗിന്റെ പുറത്തു നിന്നും ഇവരെ നോക്കി നിൽക്കുന്നു. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഡാരൻ യങ് ഡാനിയൽ ബ്രയാനെ എടുത്ത് കെയ്നിന്റെ മുകളിലേക്ക് പുഷ് ചെയ്തിടുന്നു. കെയ്ൻ താഴേക്ക് വീഴുന്നു. ഡാരൻ യങ് ഡാനിയൽ ബ്രയാനെ പിൻ ചെയ്ത് നോക്കുന്നു. പക്ഷെ അതൊരു റോളപ്പ് പിന്നാക്കിക്കൊണ്ട് ഡാനിയൽ ബ്രയാൻ തന്നെ ആ ഒരു മാച്ചിൽ വിജയിക്കുന്നു. പുറത്തേക്ക് വീണിട്ടുണ്ടായിരുന്ന കെയ്നെ റോമൻ റെയിൻസും ഡീൻ ആംബ്രോസും കൂടി നന്നായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. കെയ്നെ രക്ഷിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്ന ഡാനിയൽ ബ്രയാനും കിട്ടുകയുണ്ടായി സെത്ത് റോളിൻസിന്റെ വക അടി. അതെ, സെത്ത് റോളിൻസ് പുറകിൽ നിന്നും വന്ന് ഡാനിയൽ ബ്രയാനെ അറ്റാക്ക് ചെയ്തിരിക്കുന്നു. കെയ്നിന്റെ കൈ സ്റ്റീൽ സ്റ്റെപ്പിന്റെ മുകളിൽ കുടുക്കിയിട്ടുകൊണ്ട് അവിടെ നിന്നും നന്നായിട്ട് റോമൻ റെയിൻസും ഡീൻ ആംബ്രോസും അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും അവസാനം ഡാനിയൽ ബ്രയാനെ ആ ഒരു റിംഗിൽ വെച്ചുകൊണ്ട് ഒരു പവർ ബോംബ് കൂടി ചെയ്യുകയുണ്ടായി ഷീൽഡ് ടീം. ഇതുകൊണ്ടും കഴിഞ്ഞില്ല. അന്നത്തെ അതേ റോ എപ്പിസോഡിൽ തന്നെ റാൻഡി ഓർട്ടൺ വേഴ്സസ് ബ്രാഡ് മാഡോക്സ് തമ്മിലുണ്ടായിരുന്ന ഒരു മാച്ച് നടന്നിരുന്നു. അതിൽ റാൻഡി വിജയിച്ചു. ഏറ്റവും അവസാനം ഒരു കിഡിലൻ ആർക്കെയോ ചെയ്തുകൊണ്ടായിരുന്നു റാൻഡി വിജയിച്ചിട്ടുണ്ടായിരുന്നത്. വിജയിച്ചു കഴിഞ്ഞ് കൈ ഉയർത്തി നിൽക്കുന്ന റാൻഡിയുടെ പുറകിലേക്ക് അതാ വീണ്ടും സെത്ത് റോളിൻസ് വന്നുകൊണ്ട് കഴുത്തിന് പിടിച്ചിരിക്കുന്നു. സെത്ത് റോളിൻസ് നന്നായിട്ട് അറ്റാക്ക് ചെയ്തു. 3 പേരും കൂടി വന്നുകൊണ്ട് റാൻഡി ഓർട്ടണെ റിംഗിൽ വെച്ച് പവർ ബോംബ് ചെയ്യുകയുണ്ടായി.